കാണുന്നില്ലല്ലോ. ഒരു രണ്ട് കണ്ണിങ്ങനെ ടോർച്ച് ലൈറ്റ് പോലെ രണ്ട് കണ്ണിങ്ങനെ ഫിറ്റാക്കിയാണല്ലോ പോകുന്നത്, വേറെ ഒന്നും കാണുന്നില്ലല്ലോ. അതിന്റെ ഉള്ളിലൊന്ന് കാണാനുള്ളത് കഴിഞ്ഞില്ലല്ലോ. സുഹൃത്തേ, ഖുർആൻ പറയുന്നു വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ഉമ്മമാരെ, നമ്മോട് അല്ലാഹു പറയുന്നു വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. 6-ാം നൂറ്റാണ്ടിലെ ഇരുയുഗത്തിലെ ആളുകൾ, സ്ത്രീകള് രംഗപ്രവേശനം ചെയ്തതുപോലെ നിങ്ങൾ രംഗപ്രവേശനം ചെയ്യരുത്. ഞാനിത് പറയുന്നു എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട്, സഹോദരങ്ങളോട്, കല്യാണം കഴിച്ച ചെറുപ്രായക്കാരോട് വരെ ഞാൻ പറയട്ടെ. നമ്മളൊക്കെ ഇങ്ങനെ സിമന്റ് ചാക്ക് ഏറ്റി ബൈക്കിന്റെ ബാക്കിൽ പോകും, ബൈക്കിന്റെ ബാക്കിൽ സിമന്റ് ചാക്ക് ഏറ്റി ഇങ്ങനെ പോകും പെണ്ണുങ്ങളെയും കൊണ്ട്. പക്ഷേ വേഷം ജാഹിലിയ്യ വേഷമാണ്. എന്താണ് തബറുജ്? എന്താണ് ഈ തബറുജ്? ജാഹിലിയ്യ കാലഘട്ടത്തിലെ വേഷം. അത് അങ്ങനെ തന്നെയാണ് ഇന്ന് നമ്മളെ ഉമ്മമാർക്കുള്ളത്, നമ്മുടെ ഭാര്യമാർക്കുള്ളത്, നമ്മുടെ മക്കൾക്കുള്ളത്. ഇനി ഒന്ന് പറയട്ടെ, മക്കൾ മദ്രസയിലേക്ക് പോകുമ്പോ നല്ല മഫ്ത കെട്ട്, നല്ല പർദ്ദ കെട്ട്, ഇങ്ങനെ കണ്ടാൽ തന്നെ ഒരു ഇസ്ലാമിക വേഷമുള്ള പെൺകുട്ടിയിലെ ഓൾ എടുക്കാൻ പോകുന്നു മദ്രസയിലേക്ക്. 2 മണിക്കൂർ കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തിയാൽ മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു. അവളുടെ വസ്ത്രം കൈതണ്ട വരെയാണ്, മാറ് കാണുകയാണ്, കാൽത്തണ്ട കാണുകയാണ്, മുടി പുറത്തേക്ക് വെളിവായിരിക്കുന്നു. മഫ്ത ധരിച്ച് ശീലിപ്പിക്കാത്തത് കൊണ്ടാണ് മഫ്തയെ പലരും എതിർക്കുന്നത്. നമ്മളെ കുഴപ്പമാണത്, അവരെ കുഴപ്പമല്ല. നമ്മളെ ആദർശത്തിന്റെ കുറവാണ്, അവരെ കുറവല്ല. വാങ്ങിക്കൊടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരാ, റബ്ബ് നിന്നെ വെറുതെ വിടൂല എന്ന ബോധം നമ്മുടെ കൽബിലുണ്ടാകണം. ജാഹിലിയ്യ കാലഘട്ടത്തിലെ വസ്ത്രം, ഉമ്മമാരണിയുന്ന തട്ടം, ഞാൻ അതിന്റെ മോഡൽ കാണിച്ചു തരാം. ഇങ്ങനെ നിങ്ങൾ പറയണം, എല്ലാവരും പറയണം ഇപ്പൊ അങ്ങനെയാണ് ധരിക്കുന്നത്. ഇങ്ങനെ ഒരു തട്ടം ഇവിടൊക്കെ കാണിച്ചുകൊണ്ട്, ചിലപ്പോൾ അത് ഇതുവരെ കാണും. ഇങ്ങനെയുള്ള തട്ടം, ആ ഒരു തട്ടല്ലേ ഇന്ന് കൂടുതലുള്ളത്. അല്ല എന്ന് ആരെങ്കിലും പറയും? ഞാൻ പറയട്ടെ, ആദർശബോധമുള്ള, പടച്ച റബ്ബിന്റെ മുന്നിൽ വന്നു നിൽക്കണമെന്ന ബോധമുള്ള സർവ്വ ഉപ്പമാരോടും ഉമ്മമാരോടും ഞാൻ പറയട്ടെ, നമ്മൾ ഈ ധരിക്കുന്ന വസ്ത്രം 6-ാം നൂറ്റാണ്ടിലെ സ്ത്രീകൾ ധരിച്ചിരുന്ന വസ്ത്രമാണ്. അല്ലാമ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്ന തബറുജിന്റെ നിർവചനം എന്താണെന്ന്, മാറ് വെളിവാക്കി കഴുത്ത് വെളിവാക്കിക്കൊണ്ട് തട്ടമിടുക, അതല്ലേ ഉള്ളത്. യാഥാർത്ഥ്യം പറഞ്ഞാണ് എല്ലാവരും അതല്ലേ ഉള്ളത്. പിന്നെ എങ്ങനെ മഫ്തക്കെതിരെ ഈ രൂപത്തിൽ? പിന്നെ നമ്മളിവിടെ ഇങ്ങനെ സിന്ദാബാദ് വിളിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മളാദ്യം നമ്മുടെ അടുക്കള ശരിയാക്കട്ടെ, നമ്മുടെ ഗൃഹാന്തരീക്ഷം ശരിയാക്കട്ടെ. അങ്ങനെ ഓരോരുത്തരും ശരിയാക്കിയാൽ ഒരൊറ്റ കുട്ടിയും മഫ്തയെ എതിർക്കൂല, ശിരോവസ്ത്രത്തെ എതിർക്കൂല, പർദ്ദയെ എതിർക്കൂല, ബുർക്കയെ എതിർക്കൂല. നമുക്കൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കണ്ണഞ്ചിപ്പിക്കുന്ന വസ്ത്രമിട്ട് നടക്കണം, അല്ലേ? നരകക്കാരുടെ വസ്ത്രമാണത്. ഈ വിഷയം വൻദോഷമാണെന്ന് വിശദീകരിച്ചിട്ട് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് നിവേദനം ചെയ്യുന്നു. പ്രത്യേകിച്ച് വിവാഹം കഴിക്കുന്ന പുരുഷന്മാരോട് ഞാൻ പറയട്ടെ, തീരെ ഒരു അദബും ഒതുക്കവുമില്ലാത്ത, പരിധി വിട്ട, ചീഞ്ഞളിഞ്ഞ സംസ്കാരമാണ്, വൻദോഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നാം വരുത്തി വെക്കുന്നത്. പെണ്ണിനൊരു വസ്ത്രം ധരിപ്പിക്കുന്നുണ്ട്, പുറത്തങ്ങോട്ട് നോക്കിയാൽ ഉള്ളിൽ മുഴുവനും കാണുന്ന വസ്ത്രം, അല്ലെങ്കിൽ ഇടുങ്ങിപ്പിടിച്ച് അവരുടെ ശരീരം പ്രത്യേകമായി മുറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വസ്ത്രം, അല്ലെങ്കിൽ അവിടെയും ഇവിടെയും ഒക്കെ വെളിവായിക്കൊണ്ടുള്ള വസ്ത്രം. ഫുൾ കൈ ധരിക്കുന്നവരെവിടെ? ഫുൾ കൈ ധരിക്കുന്ന ഉമ്മമാരെവിടെ നമ്മുടെ നാട്ടിലുണ്ടോ? ഞെരിയാണി കാണാതെ തായോട്ട് വസ്ത്രം ധരിക്കുന്ന ഉമ്മമാര്, പെങ്ങന്മാരെവിടെ? ഞാൻ അവരെയല്ല വിമർശിക്കുന്നത്, നിങ്ങളെയാണ്, പ്രിയപ്പെട്ട സഹോദരങ്ങളെയാ ഞാൻ വിമർശിക്കുന്നത്. കാരണം നമ്മൾ ഓശാന പാടിയിട്ടാണല്ലോ ഇത് വന്നത്, നമ്മൾ മൂടിക്കൊടുത്തിട്ടാണല്ലോ അത് വാങ്ങിയത്. എനിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കും, കാശ് ഞാൻ കൊടുത്തോ, ബില്ല് ഞാൻ കൊടുത്തോളാം. നമ്മൾ പുറത്തിങ്ങനെ നിൽക്കുകയാണ്, കേശറിന്റെ അവിടെ നിൽക്കുകയാണ്, നമ്മൾ ഇഷ്ടമുള്ളത് വാങ്ങിക്കും, ബില്ല് ലാസ്റ്റ് കൊണ്ടുവന്നാൽ മതി. എന്താ വാങ്ങിയത്? എന്തൊക്കെയോ വാങ്ങി. എന്താണെന്നറിയോ? നീ നോക്കിയിട്ടുണ്ടല്ല ബില്ല്? ബില്ല് കറക്റ്റ് കൊടുത്തോളാം. ഇതാണ് ഇപ്പൊ ഒരു ഭാര്യ, ഒരു ഭർത്താവ് ഉത്തരവാദിത്വം വരുത്തുന്നത്. ഇങ്ങനെയാണ് ഭാര്യക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്ന പുതിയ ശൈലി ഇങ്ങനെയാണ്. അവൻ അതാ ടെക്സ്റ്റൈൽസിന് പുറത്താണ്. പുറത്തെന്ന് മാത്രമല്ല, ഉള്ളിൽ എന്തൊക്കെ സംസാരിക്കുന്നുവെന്നോ, എന്തൊക്കെ പറയുന്നുവെന്നോ, എവിടൊക്കെ തൊടുന്നുവെന്നോ അതുകൂടി നോക്കാൻ നേരമില്ല, പുറത്തിങ്ങനെ നിൽക്കുകയാണ്. ഈ പെണ്ണങ്ങനെ കയറുന്നു. അപ്പൊ പറയുന്നു, നിങ്ങൾക്ക് വേണ്ട വസ്ത്രം മുകളിലാണ്. വേറൊരു ചെറുപ്പക്കാരൻ മുകളിലേക്ക് ഓടുന്നു, പെണ്ണും പിന്നാലെ നടക്കുന്നു. അങ്ങനെ അവിടെ എത്തി സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് വസ്ത്രമൊക്കെ വാങ്ങി പോരാണ്, ബില്ല് കൊടുക്കാണ്. വീട്ടിലെത്തി തുറന്നു നോക്കുമ്പോ എന്താണ് ആ വസ്ത്രം? അതിനൊരു കൈയുണ്ട്, ഇവിടെ ഇങ്ങനെ കീറിയിരിക്കുന്നു, ഇതൊക്കെ വെളിവാകുന്നു, അല്ലെ?
അല്ലെങ്കിൽ പർദ്ദ എന്ന് പറയുന്ന പേരിൽ വസ്ത്രം വാങ്ങുന്നു. ഒന്ന് ഈ പെണ്ണ് യാത്ര ചെയ്യുന്ന നേരത്തൊന്ന് കമ്പി പിടിച്ചാൽ